നമുക്കൊന്ന് കോഴിക്കോട് പോകണം. അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. വെള്ളിക്കുളങ്ങരയിലാണ് ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. 15 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് വരുന്നത്. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഈ പരിക്കേറ്റവരുടെ നില എത്രത്തോളം ഗുരുതരമുള്ള പരിക്കാണോ? എന്താണ് സംഭവിച്ചത്? ശ്രുതി, ഉച്ചയ്ക്ക് 1:30-ക്കാണ് അപകടം സംഭവിക്കുന്നത്. വടകര ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സും വടകരയിൽ നിന്ന് നാദാപുരം ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സും നേർക്കുനേറാണ് ഇടിച്ചത്. ബസ്സിലുള്ള 15ഓളം യാത്രക്കാർക്കാണ് പരിക്ക് പറ്റിയത്. കാരണം പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ബസ്സുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതായത് വടകര ഭാഗത്തേക്ക് പോകുന്ന കൈലാസ് ബസ് മുൻപിൽ പോവുകയായിരുന്നു. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാറ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എതിരെ വന്ന ബസ്സിൽ നേർക്കുനേർ ഇടിച്ചത്. ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാറും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ആർക്കും വലിയ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടില്ല. ഈ വെള്ളിക്കുളങ്ങര ഭാഗത്ത് അതിശക്തമായ മഴയുണ്ടായിരുന്നു. റോഡിൽ വെള്ളവും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിൽ അശ്രദ്ധമായി ഡ്രൈവിംഗ് സ്കൂളിന്റെ കാറിന് മറികടക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു ബസ്സിൽ പോയി ഇടിച്ച് അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ശ്രുതി, ശരി. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.